എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജിപ്സി അവൈലബിൾ ആണോ. കഴിഞ്ഞ ഏകദേശം 3 മാസങ്ങളായിട്ട് നമ്മൾ കൂടുതൽ സെയിൽ പോസ്റ്റ് ഒന്നും വലുതായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം നമ്മൾ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കിലുള്ള വണ്ടിയുടെ വിശേഷങ്ങളും ആ വണ്ടിയുടെ ഡീറ്റെയിൽസുമാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം അത്രയ്ക്ക് കൂടുതലായിട്ട് പറയാനൊന്നും ഈ ഒരു വീഡിയോയിലില്ല. ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കൂടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2004 മോഡൽ 15 years പേപ്പർ വാലിഡിറ്റി ഉള്ള ഒരു ജിപ്സിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോട് പോകുന്നു. ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു Fabbsonwheels. നമുക്ക് വിശേഷങ്ങളോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ നാൾ നമ്മൾ അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയത്. കാരണം ഒരുപാട് റിക്വയർമെൻറ്റ് നമുക്കുണ്ട്, അതോടൊപ്പം ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിപ്സി നിങ്ങളിപ്പോൾ ഒരു വലിയൊരു കാര്യം പറയാനുള്ള അല്ലെങ്കിൽ ഒരു വിഷമകരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, ജിപ്സിയെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾ മിലിറ്ററിയിൽ വീണ്ടും നമുക്ക് ഇലക്ട്രിക്കിലോട്ട് കൺവേർഷൻ ചെയ്തിട്ട് മിലിറ്ററികൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ജിപ്സികൾ. സോ ആ ഒരു സമയത്ത് നമുക്ക് വണ്ടികൾ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരിപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രാപ്പ് യാർഡിലോട്ട് പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരുന്ന വണ്ടികൾ പോലും ഏകദേശം ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു കമ്പനി തന്നെയാണ് ഇലക്ട്രിക്കൽ. ഞാൻ അതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ Fabbsonwheels നിങ്ങൾക്ക് പോയാൽ അറിയാം. ആ ഒരു റീൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടികൾ ഏകദേശം 3000-ഓളം വണ്ടികൾ അവർ മിലിറ്ററിയിലോട്ട് മിലിറ്ററിയിൽ നിന്നുള്ള വണ്ടികൾ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കൺവേർഷൻ, അതായത് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്സോഴ്സ് ചെയ്ത ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ ആക്ച്വലി ഈ ഒരു 3000 വെഹിക്കിൾസ് ഇലക്ട്രിക്കൽ ചെയ്ത് 4-wheel ഡ്രൈവ് അടക്കം ചെയ്യുന്ന സിറ്റുവേഷൻ ആക്കിയിട്ട് വണ്ടി തിരിച്ച് മിലിറ്ററിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് പിന്നീട് വണ്ടി ഇങ്ങോട്ട് മിലിറ്ററിയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് പലപ്പോഴും പലരും വാങ്ങുകയും പല ഏജന്റുകൾ വിൽക്കുകയും അതുപോലൊപ്പം തന്നെ ഓണേഴ്സ് വാങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു വണ്ടി വരുന്നത്. അത് 1-2 കൈകൾ മറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വണ്ടി കയ്യിലോട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ അടുത്തോട്ട് ആ ഒരു കൈ മറിഞ്ഞു വരുന്നു അത്രത്തോളം ആ ഒരു വണ്ടിയിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കൂടുതലുണ്ടാകും. കാരണം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓണർ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണത്. കാരണം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഓണേഴ്സൊക്കെ ഈ ഒരു വണ്ടി വാങ്ങിയതിന് ശേഷം അത്രത്തോളം അവർ എന്താ പറയുക വണ്ടി റീസ്റ്റോർ ചെയ്ത് റെഡിയാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വളരെ സൂപ്പർ ഫൈനായിട്ടൊരു വണ്ടിയായിട്ട് കിട്ടി നമുക്ക് കൂടുതലൊന്നും ചെയ്യാതെ തന്നെ ആ വണ്ടി റീസെല് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടികളൊന്നും കിട്ടാനില്ല. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. ജിംനി വന്നിട്ടുണ്ട്. ജിംനിയെ കുറിച്ച് എല്ലാവർക്കും പരാതിയുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ജിംനിയെ കുറിച്ച് പറയാനായിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. കാരണം നമ്മുടെ വണ്ടി വന്നതിന് ശേഷം നമുക്കൊരു കമ്പാരിസൺ വീഡിയോ ഈവൻ ലൈക്ക് ഒരു ജിപ്സിയുമായിട്ട് ജിംനിയെ കമ്പയർ ചെയ്യേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പഴയ വണ്ടി എന്താണ്, പുതിയ ജിംനി എന്താണ് എന്നുള്ള എന്താ പറയുക സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കമ്പാരിസൺ റിവ്യൂവിനേക്കാൾ കൂടുതൽ രണ്ടിൻ്റെയും ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കും ആ ഒരു വീഡിയോയിൽ. ഓക്കെ, കം ടു ദ പോയിന്റ്. നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് പറയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിനി മനസ്സിലാക്കുക, ഇനി ജിപ്സി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഏകദേശം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടികൾ ഇനി കിട്ടാതെയാവും. കാരണം വണ്ടികൾ ഇലക്ട്രിക്കൽ കൺവേർഷന് വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്രയും വണ്ടികൾ മിലിറ്ററിയിൽ ഓഫീസേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൺവേർഷൻ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, അവരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അറിയാവുന്ന അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവർ തിരിച്ച് ആ വണ്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലോട്ട് കംപ്ലീറ്റ്ലി അവർ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയുള്ള വണ്ടികൾ കൊടുക്കും. അതിൻ്റെ പ്രശ്നം എന്താ വരുമെന്ന് വെച്ചാൽ നമുക്ക് വണ്ടികൾ പിന്നീട് കിട്ടാതാവും. ഈവൻ ലൈക്ക് സ്പെയറിന് പോലും നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ ഒരു റെസിഷൻ നേരിടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാത്തരം സ്പെയർ പാർട്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ബോർഡ്ബോയിൽ നമുക്ക് അവൈലബിൾ ആണ്, ബാംഗ്ലൂർ SL മോട്ടോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ അതല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർ നമുക്ക് സ്പെയറുകൾ പ്രൊഡക്ഷൻ തരുന്നുണ്ട്, നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന സ്പെയറുകളൊക്കെ നിങ്ങൾ മാക്സിമം കയ്യിൽ എപ്പോഴും കംപ്ലൈൻറ്റ് ആവുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് കൂടുതലായിട്ടും വണ്ടിയുടെ കാര്യത്തിൽ ജിപ്സിയുടെ അവൈലബിലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് നാളെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ ആരൊക്കെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെ ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. കാരണം വണ്ടി കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ അഡ്വാൻസ് ചെയ്താലും വണ്ടിക്ക് നേരിടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും നേരിടുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഇതിന് കുറേ പേര് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അത് അവരെയും നമുക്ക് ടോസ് ഇട്ടിട്ട് വേണം ഈ ഒരു വണ്ടി കൊടുക്കാൻ. പിന്നെ അതിനേക്കാൾ ഉപരി അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ടോക്കൺ അഡ്വാൻസ് ആണ്. അവർ വന്ന് വണ്ടി കണ്ട്
ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു ഡീലായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടുകൂടി തന്നെയാണ് അവരുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു വണ്ടിയുടെ റീൽ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി 2004 കംപ്ലീറ്റ്ലി A to Z റീബിൽഡ് ആയിട്ടൊരു വണ്ടിയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, A to Z റീബിൽഡ് ആണെങ്കിലും നമ്മൾ എൻജിൻ, ഗിയർ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ബീഡിങ്ങുകൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെറിയ കംപ്ലയിൻസ് ഉണ്ട്. നമുക്ക് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നൊരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൈസിൽ തന്നെ ഈ ഒരു വണ്ടി നമ്മൾ അത്രത്തോളം റെഡിയാക്കി, അതായത് ഒരു സൂപ്പർ ഫൈൻ വെഹിക്കിളായിട്ട് കൊടുക്കും. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സ് ഈ ഒരു വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്തു. ഇപ്പോഴും നമ്മുടെ കൊച്ചിയിൽ വണ്ടിയുണ്ട്. നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ കോഴിക്കോടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇനി കൊല്ലത്തോട്ട് ഈ ഒരു വണ്ടി കാണാൻ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൊച്ചിയിൽ തന്നെ ഈ ഒരു വണ്ടി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ വന്ന് നമുക്ക് ഓടിച്ച് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി അത് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വരുമ്പോഴേ കംപ്ലീറ്റ് നല്ല ഒരു എക്സ്പെക്റ്റേഷനുമായിട്ട് വരരുത്. ജിപ്സിയാണ്, വളരെ റഫായിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഒരിക്കലും ഒരു കാർ ഓടിക്കുന്ന ഫീലൊന്നും അതിന് കിട്ടില്ല. ഇങ്ങനെ കമ്പനി തരുന്ന ആ ഒരു വണ്ടിയെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു കംഫർട്ട് സോണിലാക്കി നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് ശരിക്കും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആകുന്നുണ്ട്. സോ അതിൻ്റെ വളരെ ലളിതമായ രീതിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഫാബ്സോൺ വീൽസിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം വണ്ടിയുടെ കാര്യം മാത്രമല്ല, ഇതുമായിട്ട് വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഒരു റൗണ്ട് അപ്പ് ആയിട്ട് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ജിപ്സിയുമായിട്ട് റൗണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി കാരണം ഒരു വീഡിയോ പുറത്ത് വെച്ചെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടെ ജിമ്മിൽ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെയും ഉണ്ട് കുട്ടികൾ കളിക്കുന്ന കാരണം അതിൻ്റെ ഒരു സൗണ്ട് നോയ്സ് വരും. മേ ബി വരികയെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഹാർഡ് ടോപ്പ് ജിപ്സി ആരൊക്കെയാണ് നോക്കേണ്ടത്, ഹാർഡ് ടോപ്പ് ജിപ്സിയെ കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാലും ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഈ ഹാർഡ് ടോപ്പ് ജിപ്സി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഈ മിലിറ്ററിയിൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സിലുള്ള ഓഫീസേഴ്സിന് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഈ ഹാർഡ് ടോപ്പ് വെഹിക്കിൾസ്. ഹാർഡ് ടോപ്പ് ഫിറ്റ് ചെയ്ത് വരുന്ന വണ്ടികളുണ്ട്, ഒറിജിനലി ഹാർഡ് ടോപ്പ് ആയിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്ത് വരുന്ന വണ്ടികളുമുണ്ട്. എങ്ങനെ തന്നെ ആയാലും രണ്ട് വണ്ടികൾ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം തന്നെയാണ്. പക്ഷേ കമ്പനി ഫിറ്റഡ് ആയിട്ട് ഹാർഡ് ടോപ്പ് വരുന്ന വണ്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് ഹാർഡ് ടോപ്പ് വന്ന വണ്ടിയാണെന്ന് ഒരു കാരണവശാലും എനിക്കിത് നിങ്ങളോട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഹിസ്റ്ററി ഒരു കാരണവശാലും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതിൽ ഹാർഡ് ടോപ്പ് ചെയ്തിരിക്കുന്ന വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഈ ഒരു വണ്ടിയുടെ എൻ്റെ വണ്ടിയുമായിട്ടുള്ള ഒരു താരതമ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വണ്ടി ഞാൻ സോഫ്റ്റ് ടോപ്പ് വണ്ടി എടുത്തതിന് ശേഷം ഹാർഡ് ടോപ്പ് വെച്ചതിന് ശേഷം ഞാൻ അടിച്ച ആ ഒരു കളർ സെയിം തന്നെയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടുമോ, എൻ്റെ വണ്ടിയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ചേട്ടാ ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ അവരോട് പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നപ്പോൾ പുള്ളി അയർലൻഡിൽ നിന്നാണ് മെസ്സേജ്, ഞാൻ പുള്ളിക്ക് തിരിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് ഈ വണ്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടില്ല, വേറെ കാര്യം കൊണ്ടൊന്നുമല്ല. നാളെ ഈ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഓണർക്ക് ഇത്രയും ആൾക്കാർ ഈ ഒരു വീഡിയോയിൽ ഈ നമ്പർ കാണുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വളരെ പോപ്പുലർ ആ വീഡിയോ കണ്ട് വീഡിയോസ് കുറച്ച് പോപ്പുലർ ആയി കഴിഞ്ഞാൽ ഈ നമ്പർ അവർക്ക് ബൈഹാർട്ട് ആവുന്നതുകൊണ്ടാണ്. ആരുടെയും പ്രൈവസിയെ തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വാങ്ങുന്നവരുടെ പ്രൈവസിയെ കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പർ ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർഡ് ടോപ്പ് ജിപ്സി ആരൊക്കെ വാങ്ങേണ്ട കേസ്. ഞാൻ പലതിലോട്ടും ഇങ്ങനെ കടന്നു പോകുന്നത് എന്താ പറയുക, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും അല്ലാതെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ലൈവായിട്ട് എടുക്കുന്ന വീഡിയോസാണ്. ആക്ച്വലി ഈ ഒരു വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുക, ഇതിൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത് ക്ലിയർ ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അതോടൊപ്പം തന്നെ പുതിയ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, അതോടൊപ്പം തന്നെ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ റീപെയിൻറ്റഡ് ആണ്. ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ടയറിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടികളോട് കുറച്ച് സൗണ്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞു. കാരണം വേറെ അല്ല, നമുക്ക് വേറൊരു സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ്. കൊച്ചിയിൽ ഒരിടത്ത് വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടാണ്, കാരണം പ്രൈവറ്റ് സ്പേസ് ഭയങ്കര പാടാണ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വണ്ടിക്കകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു വേറെ ലെവൽ ബോഡി ഷേപ്പ് തന്നെയാണ്. നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഡിയാക്കാനുണ്ട്. പഴയ ഒരു സ്റ്റോക്ക് വണ്ടി വരുന്നതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു സ്റ്റോക്ക് വണ്ടി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിയുടെ ടയേഴ്സിൻ്റെ കാര്യം ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയുടെ ടയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 80 ടയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, റോഡ് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഏകദേശം ഒരു എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ലെവൽ ടയേഴ്സാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ടയേഴ്സ് ഉറപ്പായിട്ടും ജിപ്സിയിൽ സ്റ്റോക്ക് വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടയേഴ്സ് മേ ബി ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 215-ൻ്റെ MT ടയേഴ്സോ അല്ലെങ്കിൽ 215-ൻ്റെ ഓൾ ടെറൈൻ ടയേഴ്സോ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും. വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പറയുന്ന വില കൊടുത്ത് വണ്ടി വാങ്ങുന്നതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. നിങ്ങളുടെ കയ്യിലെ പൈസ അനുസരിച്ച് ജിപ്സി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് 6.5 ലാഖെങ്കിലും
എങ്കിലും ആ ഒരു വണ്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഓരോ വണ്ടികളും മോഡിഫിക്കേഷൻ ചെയ്യുക. കാരണം നിങ്ങളാണ് ശരിക്കും അതിൻ്റെ നീഡ് എന്താണ് എന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മുടെ അയൽക്കാരൻ പുതിയ BMW Audi ഒക്കെ എടുത്തതിനനുസരിച്ച് നമ്മൾ BMW Audi ഒന്നും എടുക്കാൻ നിൽക്കാതെ നമ്മൾക്ക് ആവശ്യം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വണ്ടിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ആ പൈസ ശരിക്കും ലോസ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള നമ്മുടെ പഴയ കാലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ജിപ്സികൾ ആക്രിക്കടലിൽ കിടക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലില്ലാത്ത പൈസ ഒപ്പിച്ച് നമ്മൾ വണ്ടി വാങ്ങിയിട്ട് നമ്മൾക്ക് അറിയാത്ത രീതിയിലൊക്കെ ഉള്ള മോഡിഫിക്കേഷൻസ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ചവറ് പോലെ വാരി കയറ്റിയിട്ടാണ് ഉറപ്പായിട്ടും വണ്ടികൾ കുറേ കാലം കഴിയുമ്പോൾ ആക്രികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ആൾക്കാർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും ഒരു മനസ്സിലാക്കിയാണ് വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് മാത്രമേ ഞാൻ നിങ്ങളോട് എപ്പോഴും എടുത്തു പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ജിപ്സി നിങ്ങൾക്ക് വർത്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഇത് ആർക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ എക്കണോമിക്കലി എങ്ങനെ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാം, ദാറ്റ് മീൻസ് ഇല്ലീഗൽ അല്ലാതെ ഞാൻ എടുത്തു പറയുന്നുണ്ട്, ഇല്ലീഗൽ അല്ലാതെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന രീതിയിൽ അനുസൃതമായിട്ട് ഒരു വണ്ടിയെ മോഡിഫൈ ചെയ്ത് കേരളത്തിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഓരോരുത്തരും ചെയ്യുന്നത് അവരവർക്ക് വർത്തായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അൺവാണ്ടഡ് ആയിരിക്കും. സോ ഡിപ്പെൻഡ്ലി നിങ്ങളുടെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ നിങ്ങൾ വണ്ടിയിൽ ചെയ്താൽ ആ വണ്ടി വർത്തായിരിക്കും. കാരണം ഇതിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയിൽ നമ്മുടെ ഇലക്ട്രിക് AC ചെയ്യുന്നുണ്ട്. ഒരു ഇലക്ട്രിക് AC, ഒരു പവർ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ അത്ര സ്മൂത്താണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഞാനത്തെ 200ഓളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. നിങ്ങൾ വന്ന് ഡ്രൈവ് ചെയ്തു ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് കുറച്ച് പാട് ഫീൽ ചെയ്യും. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വണ്ടിയായിട്ട് അഡാപ്റ്റീവ് ആവും. 15 മിനിറ്റിൽ നിങ്ങൾ മനസ്സിലാവും ഇതിന് പവർ സ്റ്റിയറിംഗിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കംഫർട്ട് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ AC യും പവർ സ്റ്റിയറിംഗ് എല്ലാം കൂടെ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 1 lakhിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. സോ അത് പതുക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വർത്താണ്. കാരണം ഇതിന് ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. അന്ന് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊന്നപ്പനാണ്, എൻ്റെ വൈഫ് തന്നെയാണ്. സോ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വരാനൊരു മടിയുണ്ട്, അപ്പോൾ വലിച്ചിങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഹാർഡ് ടോപ്പ് വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമുക്ക് 8 പേർക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ഫാമിലി ആയിട്ട് പോകാനായിട്ട് പറ്റും. ഇതിനകത്ത് മാറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ 8 പേർക്കോളം നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഡ്രൈവ് മീൻസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റും, ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. AC ഉണ്ടെങ്കിൽ ജിപ്സിയിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ AC. ഇന്നും നിങ്ങൾ ജിപ്സി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, പണ്ടൊക്കെ ആൾക്കാർ ഒരുപാട് ജിപ്സികൾ കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നു. പക്ഷേ പലരും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്തിരുന്ന കാരണം എനിക്കറിയാം. കാരണം എൻ്റേതായ രീതിയിൽ ഞാൻ പറ്റുന്നിടത്തോളം ഒരുപാട് പേരുടെ ഹെൽപ്പോടെ കൂടെ തന്നെയാണ് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുകയും കാര്യങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് ജിപ്സി എടുത്തു, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വണ്ടിയുടെ 15 ലക്ഷം രൂപ ഒരു ജിംനി എടുത്ത് നിങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 20 lakhs ആവുമെങ്കിൽ ഇന്ന് നിങ്ങളൊരു ജിപ്സി എടുത്ത് ചെയ്യാൻ നിൽക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ പകുതി കോസ്റ്റേ വരുത്തുള്ളൂ. അതോടൊപ്പം തന്നെ എവിടെ തട്ടിയാലും ഇടിച്ചാലും പൊട്ടിയാലും ഒക്കെ നമുക്ക് ഈ ഒരു ബോഡി ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ബോഡി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. യാതൊരു പ്രശ്നങ്ങളുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഹാർഡ് ടോപ്പ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. പെയിൻ്റൊക്കെ കാലാകാലങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഇതിൻ്റെ ഒരു എന്താണ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പഴയ വണ്ടിയും പുതിയ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പഴയ വണ്ടി ലെസ് ഇലക്ട്രോണിക്സ് ലെസ് ഹെഡേക്ക് എന്നാണ്. കാരണം ചെറിയ തലവേദനയേ ഉള്ളൂ നമുക്ക് പഴയ വണ്ടി കൊണ്ടുനടക്കാൻ. പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ മോർ കംഫർട്ട്, മോർ പവർഫുൾ, പക്ഷേ മോർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മോർ സെൻസസ് എന്ന് പറയാം. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെഡേക്ക് നന്നായിട്ട് ഉണ്ടാക്കി തരും. നമുക്ക് ഒരുപാട് ദൂരെയൊന്നും അതുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വഴി വീണ് കഴിഞ്ഞാൽ ഷോറൂംകാരൻ വരാതെ അല്ലെങ്കിൽ ഷോറൂമിലുള്ള അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സർവീസ് ആൾക്കാർ വരാതെ നമുക്ക് ഒരു കാരണവശാലും ആ വണ്ടി അവിടെ നിർത്തുന്നു പറ്റും. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് നമ്മുടെ ആൾക്കാർ അംബാസഡർ കംപ്ലൈൻറ്റ് ആകുന്നൊരു ബോണറ്റ് പിടിച്ച് തുറന്നിട്ട് ഓരോ കാര്യങ്ങൾ നോക്കില്ലേ. നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വണ്ടിയൊക്കെ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത്യാവശ്യം ഞോളയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വണ്ടി എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് നമ്മൾ ഒരു 1.5 yearsനുള്ളിൽ തന്നെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ പറഞ്ഞു വന്ന് കുറച്ച് കാര്യങ്ങൾ കാട് കയറിപ്പോയെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ എടുത്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഡിപ്പെൻഡിങ് നിങ്ങളുടെ ആവശ്യമാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു വണ്ടി ഇപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം AC ഫിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ജിപ്സി ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്നതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ AC ആവശ്യമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് AC കാര്യങ്ങളൊക്കെ വെക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നതിൻ്റെ പേപ്പറിൻ്റെ പ്രൈസ് കൂടെ ചേർത്തിട്ട് ഉറപ്പായിട്ട് ഒരു വണ്ടിയുടെ ജിപ്സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വണ്ടിയുടെ മോഡൽ വില അല്ല ജിപ്സിക്ക് വരുന്നത്. ആ വണ്ടിയുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടിയുടെ
എത്രത്തോളം അതിന് പേപ്പറുണ്ട്, വണ്ടിയുടെ ക്വാളിറ്റി എന്താണ്, അതിനെ എങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓണർ നിശ്ചയിക്കുന്നതായിരിക്കും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുതലാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. സോ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി ഇതിൻ്റെ കുറച്ച് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ 2004 ജിപ്സിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം കൂടുതലായിട്ട് വിവരിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് വണ്ടി ചോദിച്ച് ചുമ്മാ വില ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്. ഉറപ്പായിട്ട് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ബഡ്ജറ്റ് ആയിരിക്കും. ആ ബഡ്ജറ്റ് എൻ്റെ ബഡ്ജറ്റുമായിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്ന് ഈ വണ്ടി കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു വണ്ടി കൊച്ചിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും. കൊച്ചി മിഡിൽ സോൺ ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വണ്ടി കാണാനും ഓടിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നതാണ്. ഞാൻ ഈ ഒരു വണ്ടി ഇവിടെ എൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികളുണ്ട്. ഉടനെ തന്നെ 2 വണ്ടികളുടെ വീഡിയോയും കൂടെ ഉടനെ വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് അതിൻ്റെ അടുത്ത വീക്കോടെ നമുക്ക് 2 വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഉറപ്പായിട്ടും ഇറ്റ്സ് മീ രാഹുൽ ഫാബി. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് ജിപ്സിയുമായിട്ട് ട്രാവൽ ചെയ്യുക, ജിപ്സിയുടെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും Fabbsonwheels തന്നെയാണ് നമ്മുടെ ID കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇനിയും കാണും വരയ്ക്കും Fabbsonwheelsന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ബൈ. അതോടൊപ്പം തന്നെ നല്ല കിടിലം വീഡിയോ വരുന്നുണ്ട്. കാണാം.